ഐശ്വര്യ അനിൽ നമുക്ക് പറ്റുന്ന ഐശ്വര്യ, ഏത് തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് നവകേരള സദസ്സിന്റെ സമാപന ദിവസം ഏത് തരത്തിലേക്കുള്ള ഒരു പ്രതിഷേധ മോഡിലേക്ക് കടക്കും പ്രതിപക്ഷം എന്നുള്ള സൂചനയാണുള്ളത്? തീർച്ചയായും നവകേരള സദസ്സിലേക്ക് കഴിഞ്ഞ നാളുകളിൽ കണ്ട പ്രതിഷേധത്തിന്റെ ഏറ്റവും ഒടുവിൽ നവകേരള സദസ്സിന്റെ സമാപന ദിവസം ജംഗ്ഷനിൽ നിന്ന് DGP ഓഫീസിലേക്ക് ഒരു വലിയ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ്. KPCCയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു മാർച്ച് സംഘടിപ്പിക്കുന്ന മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കണ്ട ഒരു പ്രതിഷേധം അതിന്റെ അങ്ങേയറ്റം അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും അടക്കം നേരത്തെ പ്രഖ്യാപിച്ചതുപോലെയുള്ള ഒരു സമരം, ആ സമരം തന്നെയായിരിക്കും ഇന്ന് DGP ഓഫീസിലേക്ക് നടക്കുക എന്നുള്ള പ്രഖ്യാപനമാണ് നേരത്തെ നടത്തിയിരുന്നത്. അല്പസമയത്തിനകം മ്യൂസിയം ജംഗ്ഷനിൽ നിന്ന് ഈ മാർച്ച് ആരംഭിക്കും. മ്യൂസിയം ജംഗ്ഷനിൽ നിന്ന് DGP ഓഫീസിലേക്കാണ് മാർച്ച്. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെയും ഒപ്പം തുടർന്ന് KSUവിന്റെയും ഒക്കെ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധാഗ്നി അത് തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു, യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നുള്ള പ്രഖ്യാപനം നേരത്തെ നടത്തിയിരുന്നു. അതിന്റെ ആ പ്രഖ്യാപനത്തിന്റെ തുടർച്ച തന്നെയാണ് ഇന്ന് ഇപ്പോൾ ഇങ്ങനെ ഒരു മാർച്ച് നടത്താനും ഉള്ള കാരണമായി പറയുന്നത്. അല്ലെങ്കിൽ ആ നവകേരള സദസ്സിനെതിരെയുള്ള വലിയ പ്രതിഷേധം, ആ പ്രതിഷേധത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു മറുപടി കൂടിയായിരിക്കും ഇന്ന് ഈ ഒരു പ്രതിഷേധമെന്നാണ് പറയുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇന്ന് ഈ പ്രതിഷേധം ഏറ്റവും ഒടുവിൽ നവകേരള സദസ്സിന്റെ അവസാന ദിവസം കൂടിയാണ്. എങ്ങനെയായിരിക്കും നമ്മൾ ഈ പ്രതിഷേധം നടത്തുന്നത്? അല്ല, ഇത് സംസ്ഥാനത്തുടനീളം അക്രമം അഴിച്ചുവിട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ കലാപാഹ്വാന പ്രകാരം നടക്കുന്ന കേരളം ഒരു ഗ്യാങ്സ്റ്റർ സ്റ്റേറ്റായി മാറിയിരിക്കുകയാണ്, ഗുണ്ടകളുടെ നാടായി മാറിയിരിക്കുകയാണ്. അതിനെതിരായിട്ടുള്ള ഞങ്ങളുടെ പ്രതിഷേധം ജനാധിപത്യപരമായ പ്രതിഷേധം, ജനാധിപത്യപരമായ ഒരു പ്രതിഷേധമായിരിക്കുമെന്ന് പറയുന്നു. അല്പസമയത്തിനകം ഈ മാർച്ചിന് തുടക്കം കുറിക്കും. KPCC അധ്യക്ഷൻ K സുധാകരൻ MP, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മറ്റ് MPമാർ, MLAമാർ, അങ്ങനെ എല്ലാ നേതാക്കളെയും അണിനിരത്തിക്കൊണ്ടുള്ള ഒരു വലിയ പ്രതിഷേധമാണ് ഇന്നിവിടെ തലസ്ഥാനത്ത് നമ്മൾ കാണുന്നത്. ഈ പ്രതിഷേധം സമാധാനപരമായിരിക്കും, ജനാധിപത്യ രീതിയിലായിരിക്കും എന്നൊക്കെ ഉള്ള പ്രഖ്യാപനം പ്രതിപക്ഷ നേതാവ് തന്നെ നടത്തിയിരിക്കുന്നു. ഇനി പോലീസ് ഇതിനെ ഏത് രീതിയിൽ നേരിടുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ നാളുകളിൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കല്യാശ്ശേരി മുതൽ നടത്തിയ പ്രതിഷേധങ്ങൾ, ആ പ്രതിഷേധങ്ങളെ പോലീസും ഒപ്പം DYFIയും നേരിട്ട ഒരു രീതി, അതിനെതിരെയാണ് ഈ പ്രതിഷേധം ഇവിടെ DGP ഓഫീസിലേക്ക് നടത്തുന്നത്. അങ്ങനെ ശക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നു. വരും മണിക്കൂറുകളിൽ ഈ പ്രതിഷേധം ശക്തമായി തന്നെ ഉയരും. ഇപ്പോൾ ഇതാ ഈ പ്രതിഷേധ മാർച്ച് മ്യൂസിയം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നു. ഈ DGP ഓഫീസിലേക്കാണ് ഈ പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. എന്തായാലും കഴിഞ്ഞ നാളുകളിൽ കണ്ട ഒരു പ്രതിഷേധത്തിന്റെ രീതി തന്നെ ആയിരിക്കുമോ ഇവിടെ ഉണ്ടാവുക എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം കഴിഞ്ഞ നാളുകളിൽ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചടക്കം തെരുവ് യുദ്ധത്തിന് സമാനമായ രീതിയിലേക്ക് മാറിയിരുന്നു. ആ രീതിയിലേക്ക് ഈ കോൺഗ്രസിന്റെ മാർച്ച് മാറുമോ എന്നതാണ് അറിയേണ്ടത്. എന്തായാലും ശക്തമായ ഒരു പ്രതിഷേധം അത് തിരുവനന്തപുരത്ത് നിന്നുണ്ടാകുമെന്നുള്ള പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത്. ഒപ്പം അടിച്ചാൽ തിരിച്ചടിക്കും എന്നുള്ള പ്രഖ്യാപനം അത് പ്രതിപക്ഷ നേതാവും ഒപ്പം KPCC അധ്യക്ഷനും നടത്തിയതിന് പിന്നാലെ കൂടിയാണ് ഈ മാർച്ച് എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. എന്തായാലും ഈ മാർച്ച് ഏത് രീതിയിൽ അവസാനിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. വലിയ പോലീസ് സന്നാഹമാണ് DGP ഓഫീസിന് മുന്നിൽ തമ്പടിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള പ്രതിഷേധം കോൺഗ്രസ് സംഘടിപ്പിക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിലേതുപോലെയല്ല യൂത്ത് കോൺഗ്രസിന്റെ സമരമൊക്കെ വലിയ ഒരു യുദ്ധത്തിന് സമാനമായ രീതിയിലേക്ക് പോയിരുന്നു. പോലീസും യൂത്ത് കോൺഗ്രസും നേർക്കുനേർ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. ആ രീതിയിൽ പോയപ്പോഴും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും ഒപ്പം KSU പ്രവർത്തകരെയും ഒക്കെ പോലീസ് അകാരണമായി തല്ലിച്ചതച്ചു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം. ആ ആരോപണം കൂടി മുന്നിൽ വച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇതാ MPമാരെയും MLAമാരെയും ഒക്കെ അണിനിരത്തിക്കൊണ്ട് KPCC അധ്യക്ഷൻ ഒരു മാർച്ച് പ്രഖ്യാപിച്ചത്. KPCC അധ്യക്ഷൻ K സുധാകരൻ തന്നെയാണ് ഈ മാർച്ച്
മുന്നിൽ നിന്ന് നയിക്കുന്നത്. KPC അധ്യക്ഷൻ കെ സുധാകരൻ MP, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, UDF കൺവീനർ MM ഹസൻ, ഒപ്പം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, K മുരളീധരൻ MP, അങ്ങനെ തുടങ്ങി എല്ലാ മുതിർന്ന നേതാക്കൾ, MPമാർ, MLAമാർ എല്ലാവരെയും അണിനിരത്തിക്കൊണ്ടുള്ള ഒരു വലിയ പ്രതിഷേധ സമരത്തിനാണ് തലസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നത്. ഈ സമരം ഇനി വരും ദിവസങ്ങളിലും തുടരും. പക്ഷേ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത നവകേരള സദസ്സിന്റെ സമാപന ദിനമാണ്. ആ ദിനത്തിൽ DGP ഓഫീസിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിക്കുകയാണ്. 25,000-ഓളം പ്രവർത്തകരെ അണിനിരത്തുമെന്നുള്ള ഒരു വലിയ പ്രഖ്യാപനം കൂടിയായിരുന്നു കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഏതായാലും നൂറുകണക്കിന് പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധം, അല്ലെങ്കിൽ ആയിരക്കണക്കിന് പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ടൊരു പ്രതിഷേധം, ആ പ്രതിഷേധം വെറുതെ അങ്ങ് അവസാനിപ്പിക്കുമോ, അതിനെ പോലീസ് എങ്ങനെ നേരിടും എന്നതടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകൾ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും മ്യൂസിയം ജംഗ്ഷനിൽ നിന്ന് ഈ മാർച്ച് ആരംഭിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം ഈ മാർച്ച് DGP ഓഫീസിലേക്ക് എത്തും. ഐശ്വര്യ പറഞ്ഞു വരുന്നത് പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രതിപക്ഷത്തിന്റെ യുവജന സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ നയിച്ച മാർച്ച്, ആ മാർച്ച് നവകേരള സദസ്സ് തുടങ്ങുമ്പോൾ അത്ര ശക്തമല്ലാതിരുന്ന പ്രതിഷേധം അത് കൂടുതൽ ശക്തമാകുന്ന സാഹചര്യം, കൂടുതൽ പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന സാഹചര്യം, ഈ നേരത്തെ പറഞ്ഞതുപോലെ അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന രീതിയിലേക്കുള്ള കൂടുതൽ അഗ്രസീവായിട്ട് മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എല്ലാം കണ്ടിരുന്നു. പൊതുജനവികാരം എന്ന് പറയുന്നത് ഈ മാർച്ചിനെ, ഈ പ്രതിഷേധത്തെ സർക്കാരിന്റെ പോലീസ് അതിരൂക്ഷമായി അല്ലെങ്കിൽ മോശമായി കൈകാര്യം ചെയ്യുന്നു, തല്ലി ഒതുക്കുന്നു എന്നുള്ള ഒരു വിമർശനം വരികയും ചെയ്തിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലേക്കുള്ള ഒരു പ്രതിഷേധമാണ് ഈ നടക്കുന്നത്. കോൺഗ്രസിന്റെ യുവജന മുഖം നടത്തുന്നത് ആ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ്. ജനകീയ പിന്തുണ വരെ ഉറപ്പാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് കൂടി കോൺഗ്രസ് നേതൃത്വത്തിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കൂടി തന്നെയാണോ കോൺഗ്രസിന്റെ എല്ലാ മുൻനിര മുഖങ്ങളും, മുൻനിര നേതാക്കളും, നേതൃത്വവും എല്ലാവരും ചേർന്നുകൊണ്ട് ഈ രീതിയിലുള്ള വളരെ അസാധാരണമായിട്ടുള്ള അല്ലെങ്കിൽ ഈ രീതിയിലേക്കുള്ള ഒരു പ്രതിഷേധം ഈ അടുത്തെങ്ങും സാക്ഷ്യം വഹിച്ചിട്ടില്ല. അങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടന്നതിന് പിറകിലെ രാഷ്ട്രീയവും അതുതന്നെയായിരിക്കുമോ?